الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها وكذلك تخرجون ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രായമായി കഴിഞ്ഞാൽ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ജീവിതത്തിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകണമെന്ന് നമ്മളാരെങ്കിലും ആഗ്രഹിക്കുമോ? ഒരിക്കലുമില്ല. എന്നാൽ പ്രായമായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കലാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത്. ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്നത് ഒരുപക്ഷേ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിലും സംഭവിക്കാം എന്നതാണ് ഞാനും നിങ്ങളും കരുതേണ്ടതും ചിന്തിക്കേണ്ടുന്നതും. ലോകത്ത് ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ജീവിതത്തിൽ ആരൊക്കെ വേദനിക്കുന്നുവോ, ഒരുപക്ഷെ അവരുടെ കുടുംബത്തെക്കുറിച്ചോർത്ത് മക്കളെക്കുറിച്ചോർത്ത് ഒക്കെ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അത്തരത്തിലെ സങ്കടം ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിലും വന്നേക്കാം എന്ന് വിചാരിക്കലാണ് ഏറ്റവും ഹൈറും ഏറ്റവും നല്ലതും. ഇതൊക്കെ ഒരുപക്ഷെ കേൾക്കുമ്പോൾ സംഭവിക്കരുത്, ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും പ്രയാസങ്ങളും നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാകരുത്, അതിനുവേണ്ട ജാഗ്രതയും മുന്നൊരുക്കവും വിശ്വാസികൾ എന്ന നിലക്ക് ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പത്രത്തിലെ വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പാണ് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി
തൻ്റെ സഹപാഠികളുടെ മർദ്ദനമേറ്റ് മരണപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആ കുട്ടി മരണപ്പെടുമ്പോൾ ഒരിക്കലും അവരുടെ കുടുംബത്തിലെ ഒരാളും അതല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഒരിക്കലും അങ്ങനെ എൻ്റെ കുട്ടി മരണപ്പെടുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു നാട്ടിൽ ലഹരിയുടെ ഉപയോഗം വ്യാപിച്ചിട്ടുണ്ട് എന്നതു കാരണത്താൽ ഒരുപക്ഷെ എൻ്റെ നാട്ടിലോ എൻ്റെ പ്രദേശത്തോ എൻ്റെ വീട്ടിലോ എൻ്റെ അയൽപ്പക്കത്തോ അതല്ലെങ്കിൽ എൻ്റെ മക്കളോ അത് ഉപയോഗിക്കില്ല എന്നത് ഒരുപക്ഷെ നമ്മൾ ധരിച്ചു വെച്ചാൽ അത് തെറ്റാണ്. ഏതോ ഒരു പെൺകുട്ടി അന്യമതസ്ഥനായ ഒരു ചെറുപ്പക്കാരനെ പ്രണയിച്ച് അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയാൽ ഒരുപക്ഷെ അത് ഏതോ ഒരു പെൺകുട്ടിയാണല്ലോ, അതുകൊണ്ട് എനിക്കെന്തു ഛേദം എന്ന് വിചാരിക്കലല്ല, മറിച്ചൊരു പക്ഷേ എൻ്റെ കുടുംബത്തിലും എൻ്റെ രക്തബന്ധത്തിലുള്ളതും അതല്ലെങ്കിൽ എൻ്റെ നാട്ടിലും എൻ്റെ സമീപത്തുമൊക്കെ ഇത്തരം കേസുകൾ ആവർത്തിക്കപ്പെടാം എന്ന് ചിന്തിക്കലാണ്, എന്ന് വിചാരിക്കലാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ സമാധാനം എന്നത് ഞാനും നിങ്ങളും തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നാട്ടിൽ നടക്കുന്ന ഒട്ടനവധി അപകടങ്ങളും ദുരന്തങ്ങളും വേദനിപ്പിക്കുന്ന വാർത്തകളും എല്ലാം ഒരുപക്ഷെ നമ്മളുടെ കുടുംബത്തിലും സംഭവിക്കാം എന്നതാണ് നമ്മളുടെ മനസ്സിന് ഏറ്റവും വലിയ ആശ്വാസവും സമാധാനവും ലഭിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളുടെ നാട്ടിൽ ഒരുപക്ഷെ മുതിർന്നവരിലും ചെറിയ കുട്ടികളിലും എല്ലാം പലതരത്തിലുള്ള അഡിക്ഷനുകൾ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ അഡിക്ഷൻ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭരണ പ്രതിപക്ഷ സംഘം ഒരുമിച്ചെടുത്ത വലിയ പ്രമേയമാണ് നമ്മളുടെ നാട്ടിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും ഗവൺമെൻറ് തലത്തിൽ പോലും ആ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തീവ്രത എത്രയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നമ്മളുടെ മക്കളെക്കുറിച്ച് ഏറ്റവും നല്ല ബോധമുണ്ടാകാൻ ഏതൊരു രക്ഷിതാവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലഹരിക്ക് അടിമപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ മനോവിദഗ്ധരായ ആളുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നാമത്തത് മാനസിക സമ്മർദ്ദം തന്നെയാണ്. ഒരു പക്ഷേ അവർ തിരഞ്ഞെടുക്കുന്ന കോഴ്സാകട്ടെ, അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പഠനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളാകട്ടെ, തൻ്റെ കൂട്ടുകാരിൽ നിന്നാകട്ടെ, അതല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നുണ്ടാകുന്ന പരിഹാസമാകട്ടെ, അതല്ലെങ്കിൽ തങ്ങളുടെ വീട്ടിൽ നിന്ന് ലഭിക്കേണ്ടുന്ന പരിഗണനയും ഒരു സ്വീകരണവും സ്നേഹവും തങ്ങളുടെ രക്ഷിതാക്കളിൽ നിന്ന് ലഭിക്കാത്തതിൻ്റെ പേരിലാകാം നമ്മളുടെ മക്കൾ ഒരുപക്ഷെ ഈ ലഹരിക്ക് അടിമപ്പെടാനുള്ള കാരണം എന്നത് മാനസിക സമ്മർദ്ദം തന്നെയാണ് ലഹരിയിലേക്ക് എത്താനുള്ള കാരണം എന്നതാണ് ഒന്നാമത്തതായി അവർ കണ്ടെത്തിയിട്ടുള്ളത്. രണ്ടാമത്തത് സിനിമകളും അതുപോലെ തന്നെ സീരിയലുകളും റീൽസുകളും അതുപോലെ പിന്നെ സ്റ്റോറും വ്ളോഗർമാരും ഇൻഫ്ലുവൻസർമാരും അങ്ങനെ ഒരുപക്ഷെ ലഹരിയിലേക്ക് എത്തിക്കുന്ന അതിന് സ്വാധീനം ചെലുത്തുന്ന ആളുകൾ പോലും അവരെ ഇത്തരത്തിൽ വലിയ തിന്മയിലേക്ക് ലഹരിയിലേക്ക് അവരെ റോൾ മോഡലായി സ്വീകരിച്ചുകൊണ്ട് വ്ളോഗർമാരുടെ പിന്നാലെ പോകുന്ന മക്കളെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അവരെയാണ് മാതൃകയായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ എത്രത്തോളം അപകടത്തിലാണ് എന്നത് ഒരു വേള നമ്മളുടെ മക്കൾ തിരിച്ചറിയപ്പെടുന്നില്ല. ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് സിനിമാ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെയാണ്, അതല്ലെങ്കിൽ പ്രശസ്തരായ പാട്ടുകാർ. അവരൊക്കെ പാട്ട് പാടുമ്പോൾ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നതൊന്നും വലിയ തിന്മയല്ല എന്ന വലിയ സംവിധാനങ്ങളിലൂടെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷേ അവരെ മാതൃകകളായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ മക്കൾ ഒരുപക്ഷേ ലഹരിക്ക് അടിമപ്പെടാൻ സാധ്യതയുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മാരകമായ ലഹരി വസ്തുക്കൾ വിൽക്കുകയും അവർ അവരുടെ ജീവിതത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതൊരു വലിയ തിന്മയായി, തെറ്റായി നമ്മളുടെ മക്കൾ പോലും കാണുന്നില്ല. അവർ പാടുന്ന പാട്ടുകൾക്ക് താളം പിടിക്കുകയും ചുവടുവെക്കുകയും ചെയ്യുന്ന മക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം പാടുന്ന വരികൾ പോലും വളരെ ഗൗരവപ്പെട്ട വരികളാണ്.
കട്ടച്ചോര, ജ്യൂസടിച്ച്, സോഡാ സർബത്ത് എന്ന് പാടുന്നത് 3 വയസ്സുകാരനായ ചെറിയ കുട്ടിയാണ്. എത്രത്തോളം ഇത്തരം ആളുകൾ, വ്ളോഗർമാരും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പ്രശസ്തരായ പാട്ടുകാരും നമ്മളുടെ മക്കളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നത് കൃത്യമായി സഹോദരങ്ങളെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തത്, ലഹരി എന്നത് ഒരു വലിയ ലോബി തന്നെയാണ്. അത് നമ്മളുടെ മക്കളെ കാർന്നു തിന്നാൻ ഇന്ന് വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ കേട്ടവരെന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്ത് എന്നത് കൃത്യമായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ലഹരിക്ക് അടിമപ്പെടാൻ സാധ്യതയുള്ളിടത്താണോ ഞാനും നിങ്ങളും ഉള്ളത്? അതല്ല നമ്മളുടെ നാട്ടിലുണ്ടോ, കുടുംബത്തിലുണ്ടോ, അയൽപ്പക്കത്തുണ്ടോ, നമ്മളുടെ പരിസര പ്രദേശത്തുണ്ടോ എങ്കിൽ സഹോദര, അവിടെ നിന്ന് മാറി നിൽക്കലാണ് ഏറ്റവും വലിയ പരിഹാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച ഏറ്റവും വലിയ തത്വം, മദ്യം വിളമ്പുന്ന സദസ്സിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന വലിയ സത്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മക്കയിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തിൽ മുച്ചൂട് കുടിച്ച് രമിച്ചു കിടന്ന ഒരു ജനപദത്തെ ഒറ്റയടിക്ക് അവിടുന്ന് മദ്യനിരോധനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടില്ല. ഘട്ടം ഘട്ടമായി അവസാനം നമസ്കാരത്തിലേക്ക് വരുന്ന ആളുകളെ പിന്നീട് നമസ്കാരത്തിൽ നിങ്ങൾ മദ്യപിച്ച് നിങ്ങൾ നമസ്കരിക്കരുത് എന്ന ഖുർആനിൻ്റെ സന്ദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് കാണാൻ കഴിയുന്നത് ഖുർആനിൻ്റെ ആയത്ത് അവതരിച്ചു, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ലഹരിയും മദ്യവും ഉപേക്ഷിക്കാൻ തയ്യാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പാടെ ഉപേക്ഷിച്ച ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും വായിക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള മദ്യത്തിൽ കുടിച്ച് ലക്കുകെട്ട് കിടന്ന ഒരു ജനപദത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ഉത്കൃഷ്ട സമൂഹമായി വാർത്തെടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിഞ്ഞത്? എൻ്റെ റബ്ബിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എൻ്റെ റബ്ബ് സദാ എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നും എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം, എൻ്റെ ഇഷ്ടത്തേക്കാൾ വലുത് എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയാണ്, അതുകൊണ്ട് എൻ്റെ റബ്ബിനോട് എനിക്കിഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൽ അള്ളാഹു ഹറാമാക്കി പഠിപ്പിച്ച മദ്യത്തെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഹൈറെന്ന് പഠിപ്പിച്ചപ്പോൾ ഫഹൽ അൻതും മുൻതഹൂൻ എന്ന ഖുർആനിൻ്റെ ആയത്ത് കേട്ടപാടെ അവർ മദ്യത്തിൽ നിന്ന് അവരുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മുഴുവൻ കോപ്പകളും തകർത്തു കളഞ്ഞ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. നമ്മളുടെ ഉമ്മ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അതിനെക്കുറിച്ച് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ കച്ചവടത്തിൽ കള്ളത്തരം കാണിക്കരുത് എന്നാണ് റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കലും മാറി അവർ ചിന്തിക്കുമായിരുന്നില്ല. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അള്ളാഹുവിനോടാകണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ എല്ലാ തിന്മകളും അവസാനിപ്പിച്ച് നന്മയിലേക്ക് കുതിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മളുടെ ഉമ്മ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. വ്യാപകമായ ലഹരി മാഫിയകൾ ഇന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഒരുപക്ഷെ കാര്യമായി നിങ്ങൾ ലഹരി ഉപയോഗിക്കണം എന്നതിലപ്പുറം അവർ ആശയങ്ങൾ പകർന്നുകൊണ്ടാണ് നമ്മളുടെ മക്കളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ജീവിതമൊന്നേയുള്ളൂ, അത് അടിച്ചു പൊളിക്കണം, നിങ്ങൾ ആസ്വദിക്കണം. ജീവിതം ഒന്നാണെങ്കിൽ ഈ ദുനിയാവിൽ ജീവിച്ച് നിങ്ങളുടെ മരണത്തോടെ എല്ലാം അവസാനിക്കും. പിന്നീട് എന്തിന് കിട്ടിയ സമയം നിങ്ങൾ വെറുതെ കളയണം. അതുകൊണ്ട് ആസ്വദിച്ചുകൊള്ളൂ, അടിച്ചു പൊളിച്ചുകൊള്ളൂ, നിങ്ങൾ അറുമാദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ സഹോദരങ്ങളെ നമുക്ക് തിരിച്ചു പറയാനുള്ളത് ജീവിതം ഒന്നല്ല, ജീവിതം രണ്ടുണ്ട്. മരണത്തിനപ്പുറം ഒരു ജീവിതത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നതെങ്കിൽ സഹോദര, ജീവിതം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന ഒരു വലിയ പാഠം ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് തിരിച്ചു മറുപടി പറയാനുള്ളത്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും വയുഹ്യിൽ അർദ ബഅദ മൗതിഹാ, മരിച്ച നിർജീവമായ ഭൂമിയെ അല്ലാഹു ജീവസുറ്റതാക്കുന്നത് എപ്രകാരമാണോ വകദാലിക തുഖ്റജൂൻ, നിങ്ങളെ പുറത്തു കൊണ്ടുവരും എന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. മരിച്ച് മണ്ണോട് ചേർന്നാലും
നാളെ അള്ളാഹു പുനർജീവിപ്പിക്കും എന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നസ്സാഅത ആതിയതുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ല നഫ്സിൻ ബിമാ തസ്ആ. ഇന്നസ്സാഅത ആതിയതുൻ, ഒരു പരലോകം ഉണ്ടടോ, അത് വരും, ഉറപ്പാണ്. മനുഷ്യന്മാർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം നൽകാൻ, പ്രയത്നിച്ചതിൻ്റെ പ്രതിഫലം നൽകാൻ അള്ളാഹു പരലോകത്ത് സ്വകാര്യമായി റബ്ബിൻ്റെ അടുക്കൽ ഒരു വിചാരണയുടെ ലോകത്ത് നിങ്ങൾ എത്തിപ്പെടുന്നതിനെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, നിങ്ങളുടെ വിചാരണ ഇതാ ആസന്നമായിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, വിചാരണയുടെ ദിവസം നിങ്ങൾ ഓരോരുത്തരായി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരും എന്നൊക്കെ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ 10, 40, 50, 60 കൊല്ലം ജീവിച്ചിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മണ്ണോട് ചേർന്ന് പിന്നീട് ഒന്നുമല്ലാതായി തീരും എന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ ആശയങ്ങൾ ഒരുപക്ഷെ നമ്മളുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങനെ കുത്തി നിറച്ചു കൊടുത്താൽ എത്ര തിന്മ ചെയ്യാനും ലഹരിയിലേക്ക് എത്തിപ്പെടാനും നമ്മളുടെ മക്കൾക്ക് ഒരുപക്ഷെ അതിനുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കലാണ്. അവിടെയാണ് ഖുർആൻ പഠിപ്പിച്ച വലിയ പാഠം, വലിയ തത്വം. ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പരലോകമുണ്ട് എന്ന, മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ച തത്വത്തിലേക്ക് നമ്മളുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. എന്തിനാണ് അങ്ങനെയുള്ള ജീവിതം? എന്തിനാണ് ഒരു പരലോകം? മനുഷ്യൻ ചെയ്ത നന്മകളും തിന്മകളും അതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണം സഹോദരങ്ങളെ. എത്ര നിസ്സാരമായ നന്മകളാണെങ്കിലും റബ്ബിൻ്റെ അടുക്കൽ അതിനൊക്കെയുള്ള പ്രതിഫലം വെച്ചിട്ടുണ്ട്. തിന്മകളാണ് ജീവിതത്തിൽ ചെയ്യുന്നതെങ്കിൽ സഹോദര, ജീവിതത്തിൽ മദ്യവും ലഹരിയിലും അങ്ങനെ അതൊക്കെ ഉപയോഗിച്ച് ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞവരെ നാളെ പരലോകത്ത് എത്തിപ്പെടുമ്പോൾ റസൂലുള്ളാഹി അവരെ കുറിച്ച് പറഞ്ഞു, നരകത്തിലാണവർ, റഗദത്തുൽ ഖബാൽ, തീനത്തുൽ ഖബാലിലായിരിക്കും അവരെത്തിപ്പെടുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുന്നിലുള്ള സ്വഹാബത്തിനെ പഠിപ്പിക്കുമ്പോൾ സ്വഹാബികൾ ചോദിച്ചു, എന്താണ് റസൂലേ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇർഖു അഹ്ലിന്നാർ, നരകത്തിലെ ചൂട്, നരകത്തിൻ്റെ ചൂട് കൊണ്ട് വെന്തുരുകി അവരുടെ ശരീരത്തിൽ നിന്ന് വ്രണങ്ങൾ പൊട്ടിയൊഴുകി ചൂടുള്ള രക്തവും ചലവും. സഹോദരങ്ങളെ, എത്ര ദുർഗന്ധാണ്! ഒരാളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിച്ചു വരുന്ന ദുർഗന്ധമുള്ള ചലം കുടിക്കാൻ അള്ളാഹു എത്ര കുടിച്ചാലും ദാഹം തീരില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അങ്ങനെ ചീഞ്ഞളിഞ്ഞ രക്തവും ചലവും മനുഷ്യന് മദ്യം ഉപയോഗിച്ചവന് നാളെ നരകത്തിൽ അള്ളാഹു കുടിപ്പിക്കുമെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗൗരവം എത്രത്തോളം എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്താണ് ഇത്തരത്തിലുള്ള മദ്യം ഉപയോഗിച്ചാൽ ഒരു മനുഷ്യന് ലഭിക്കുന്നത്? 24 മണിക്കൂർ ഒരു സുഖം ലഭിക്കും എന്നതാണ് ആളുകൾ പറയാറുള്ളത്. ഒരു 24 മണിക്കൂർ സുഖം കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സഹോദര ലഭിക്കുന്നത്? 24 മണിക്കൂറിലെ സുഖം കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ ടെൻഷനാണ്, വിഡ്രോവൽ സിൻഡ്രോമാണ്, മനസ്സിൻ്റെ സമ്മർദ്ദം കൂടുതലാണ്. അങ്ങനെ മനസ്സിൻ്റെ സമ്മർദ്ദം കൂടിയാൽ പിന്നീട് സംഭവിക്കുന്നത് ആത്മഹത്യയാണ്. എത്രത്തോളം? ചൊവ്വാഴ്ച ദിവസം പാശ്ചാത്യ നാടുകളിൽ സൂയിസൈഡ് വർദ്ധിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ യൂട്യൂബിൽ പരിശോധിച്ചാൽ കൃത്യമായി കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഞായറാഴ്ച ദിവസം മദ്യം ഉപയോഗിച്ച്, ലക്കുകെട്ട്, ലഹരി ഉപയോഗിച്ച് ജീവിതത്തെ തകർത്ത് പിന്നീട് തിങ്കളാഴ്ച ദിവസം അവർക്ക് ലഹരി കിട്ടാതെ വരുമ്പോൾ ചൊവ്വാഴ്ച ദിവസം അവർക്ക് വിഡ്രോവൽ സിൻഡ്രോം, അവരുടെ മനസ്സ് സമാധാനക്കേടുണ്ടായി പിന്നീട് ജീവിതം സൂയിസൈഡ് ചെയ്യുന്ന, ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിൽ സൂയിസൈഡ് ട്യൂസ്ഡേ എന്ന് കൃത്യമായി നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്താൽ സഹോദരങ്ങളെ, ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം ജീവൻ എടുക്കുന്ന വാർത്തകൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇതിലേക്കൊക്കെ നടന്നെടുക്കുന്ന മനുഷ്യന്മാർ അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഏത് ക്യാമ്പസിലാണെങ്കിലും, എവിടെ ജോലി ചെയ്യുന്നവനാണെങ്കിലും, എത്ര വിദേശത്താണെങ്കിലും സഹോദര, ഞാൻ ഇതിലില്ല, ഞാൻ അവസാനിപ്പിച്ചു. ഖുർആനിൻ്റെ സന്ദേശം ഇത് അവസാനിപ്പിക്കലാണ് എന്ന അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും
വാഗ്ദാനങ്ങൾ അത് സത്യമാണെങ്കിൽ ഞാനിതാ അവസാനിപ്പിച്ചിരിക്കുന്നു. എവിടെ ജോലി ചെയ്താലും, എത്ര വലിയ കൂട്ടുകാരനായി കൂടിയാലും, തിന്മയിലേക്ക് വിളിച്ചാലും ഞാനില്ല എന്ന് സഹോദരങ്ങളെ പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, കുല്ലു മുസ്കിരിൻ ഹംറുൻ, എല്ലാ ലഹരി ഉപയോഗിക്കുന്നതും അത് മദ്യമാണ്. വകുല്ലു ഹംറിൻ ഹറാം, എല്ലാ മദ്യവും ഹറാമാണ്. അത് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതെത്ര ചെറുതാണെങ്കിലും അതെത്ര വലുതാണെങ്കിലും സഹോദര അപകടമാണ്. അത് ജീവിതത്തിൽ നിങ്ങൾ ഉപേക്ഷിക്കലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയത്തിന് നിദാനമാകുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ സഹോദര, ഇന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്പലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ഊർജം കിട്ടും. ജോലി ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജമാണ്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവന് നല്ല ഊർജത്തോടെ ബുദ്ധിയോടെ പഠിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള വ്യാപകമായ കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ മനുഷ്യന്മാരെ നശിപ്പിച്ചു കളയും എന്ന വലിയ സന്ദേശമാണ് സഹോദരങ്ങളെ. കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പലപ്പോഴും ലഹരി ഉപയോഗിക്കാൻ, തിന്മയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടാനുള്ള ആദ്യപടി അവനവൻ കൂടുന്ന കൂട്ടുകെട്ടാണ്. കൂട്ടുകാരൻ പറയും, ചങ്ങാതി ഒന്ന് ആസ്വദിച്ചു നോക്കൂ, ഒന്ന് ആസ്വദിക്കൂ, ഇനി അതിലും വഴങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സിപ്പ്, ഒരു പഫ് മതി. അങ്ങനൊന്ന് തുടക്കം കുറിച്ചാൽ സഹോദര, അങ്ങനെ വിളിക്കുന്നവനാണ് എൻ്റെയും നിങ്ങളുടെയും കൂട്ടുകാരനെങ്കിൽ ആ കൂട്ടുകാരനെ അവോയ്ഡ് ചെയ്യാൻ, അവനെ ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാകണം. അവൻ നമ്മളെ നാശത്തിലേക്ക്, തിന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആ കൂട്ടുകാരനെ ഒരിക്കലും കൂട്ടുകാരനായി സ്വീകരിക്കരുത്. നമ്മളുടെ കൂട്ടുകാരോടൊപ്പം ഒരുപക്ഷെ യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മദ്യക്കുപ്പികൾ കാറിൻ്റെ ഡിക്കിയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ സഹോദര, ഞാനില്ല, ഞാൻ നിങ്ങളോടൊപ്പമില്ല. യാത്ര ചെയ്ത് ഒരുപക്ഷെ നമുക്ക് സ്റ്റേ ചെയ്യാൻ ബാർ ഹോട്ടലിൽ റൂമെടുത്താൽ സഹോദര, ഞാനില്ല, എനിക്കെൻ്റെ റബ്ബിന് ഇഷ്ടമാണ് ഈ തിന്മയോടൊപ്പം സഞ്ചരിക്കാൻ, ഞാനില്ല എന്ന് പറയാൻ സഹോദരങ്ങളെ നമ്മളുടെ മക്കളെ കൂടി പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. അവിടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഫൽയൻദുർ അഹദുക്കും, നിങ്ങൾ നോക്കിക്കൊള്ളട്ടെ, മൻ യുഖാലിഫ്, നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണ് എന്ന് റസൂലുള്ള പഠിപ്പിച്ചൊരു വല്ലാത്ത പാടാണ്. കൂട്ടുകാരൻ ഏതെങ്കിലും ചീഞ്ഞളിഞ്ഞ ഓടയിൽ കിടന്നുറങ്ങുന്നവനാകരുത്. ഒരുപക്ഷെ മദ്യപിച്ചു ലക്കുകെട്ട് ഓടയിൽ ഒഴുകിപ്പോകുന്ന പോലെ വിവസ്ത്രനായി കിടക്കുന്ന കൂട്ടുകാരനെ ഒരിക്കലും കൂട്ടുകാരനായി സ്വീകരിക്കാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ തിന്മയുടെ ആദ്യപടി പുകവലിയാണ്, സിഗരറ്റാണ്. എന്ത് ഹൈറാണ്, എന്ത് നന്മയാണ് സഹോദര ഒന്ന് പുകവലിക്കുമ്പോൾ ജീവിതത്തിൽ ലഭിക്കുന്നത്. ഒരു ചെറിയ ആശ്വാസം കിട്ടും. സഹോദരങ്ങളെ അറിയണം, ജീവിതത്തെ നശിപ്പിക്കലാണ്, ജീവിതത്തെ നശിപ്പിക്കലാണ്. പടച്ചോൻ തന്ന സമ്പത്ത് അത് ഹറാമിൻ്റെ വഴിയെ നിങ്ങൾ ചിലവഴിച്ചാൽ റബ്ബിൻ്റെ കോടതിയിൽ ചോദ്യമുണ്ട് സഹോദരങ്ങളെ. അവനവൻ്റെ കാൽപാദങ്ങൾ സമ്പത്ത് തന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യമുണ്ട്. നിങ്ങൾക്ക് സമ്പത്ത് തന്നു, എങ്ങനെ നിങ്ങൾ ചിലവഴിച്ചു? അത് ഹറാമിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചു പോയാൽ സഹോദര ഖേദിക്കേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഈ വിഷയം ഗൗരവത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. മറ്റൊന്ന് മൊബൈൽ അഡിക്ഷനാണ്. ഇന്ന് മൊബൈൽ അഡിക്ഷൻ സർവ്വവ്യാപകമായി കൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് മൊബൈൽ ഒരു 5 മിനിറ്റ് കയ്യിൽ നിന്ന് താഴെ വെക്കാൻ കഴിയാതെ ചെറിയവരും മുതിർന്നവരും എല്ലാവരും അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷോർട്സും റീൽസും ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്ര സമയമാണ് സഹോദരിമാരെ ഷോർട്സും റീൽസും കണ്ട് നമ്മൾ സമയം കൊന്നുകളയുന്നത്. അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു അവിഹിത ബന്ധമുണ്ടെങ്കിൽ സഹോദര, നമ്മളുടെ ഭാര്യ അറിയാതെ രാത്രി സമയങ്ങളിൽ ചാറ്റു ചെയ്യുന്നുവെങ്കിൽ, ഒരുപക്ഷേ ഭർത്താവ് അറിയാതെ ഭാര്യ ചാറ്റു ചെയ്യുന്നുവെങ്കിൽ, മൊബൈലൊന്ന് മര്യാദയ്ക്ക് ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ വല്ലാത്ത പേടിയാവും സഹോദര, പേടിയാവും. ഒരുപക്ഷെ മക്കളാണ് തിന്മകൾ ചെയ്യുന്നതെങ്കിൽ, അവിഹിത ബന്ധമുണ്ടെങ്കിൽ ഉമ്മച്ചി കാണാതെ ചെയ്യുന്നത് എത്ര പേടിയോടെയാകും. അവിടെയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് എല്ലാ തിന്മകളും അവസാനിപ്പിക്കാൻ. സഹോദര, അശ്ലീല വീഡിയോസ് കാണുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. എന്ത് സുഖമാണ് കിട്ടുക, ഒരല്പ സുഖം ലഭിക്കാൻ. ഒരു തിന്മ ഹറാമുകൾ കണ്ണ് നാളെ ചോദ്യം ചെയ്യപ്പെടും. റബ്ബ് തന്ന കണ്ണിൻ്റെ കാഴ്ച റബ്ബങ്ങ് തിരിച്ചെടുത്താൽ ആലോചിക്കണം, എങ്ങനെയാണ് നാളെ പരലോകത്ത് ഒരു മനുഷ്യൻ ഏതു നിലക്കാണോ മരണപ്പെടുന്നത്? അശ്ലീല വീഡിയോ കണ്ടിട്ടാണ് ഒരു രാത്രി കിടന്നുറങ്ങുന്നതെങ്കിൽ
സഹോദര, ആ അവസ്ഥയിൽ അള്ളാഹു നമ്മളുടെ ആത്മാവിനെ തിരിച്ചെടുത്താൽ ഒരു പക്ഷേ മറ്റൊരു പെണ്ണിനോട് അവിഹിത ബന്ധമുള്ള സമയത്ത് അങ്ങനെ ചാറ്റ് ചെയ്ത് വൃത്തികെട്ട വാക്കുകൾ സംസാരിച്ച് നമ്മളുടെ കൈകൾ നാളെ പരലോകത്ത് സംസാരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. ഖുർആൻ എത്ര പഠിച്ചതാണ്, എത്ര കേട്ടതാണ്. അന്നേ ദിവസം മനുഷ്യൻ്റെ വായ മൂടും, അന്ന് പൂട്ടിടും. അള്ളാഹു പൂട്ടിയാൽ വായ തുറക്കാൻ പറ്റില്ല. പിന്നീട് കൈകളാണ് സംസാരിക്കുന്നത്, കാലുകൾ സാക്ഷ്യം വഹിക്കും. അന്നു ചെയ്ത തിന്മകൾ, അന്നു ചാറ്റു ചെയ്തതിൽ, അന്ന് തോന്നിവാസം നമ്മൾ എഴുതിവിട്ടത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സംസാരിക്കും സഹോദര. അതുകൊണ്ട് യസ്തഖ്ഫൂന മിനന്നാസ്, അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു ഓർമ്മയാണ്. നമ്മൾ ചെയ്യുന്നത് കടകടച്ചിട്ടാണ്. ആരും കാണരുത്, ഭാര്യ കാണരുത്, മക്കൾ കാണരുത്, അതല്ലെങ്കിൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഉമ്മച്ചി കാണരുത്, വാപ്പച്ചി കാണരുത്, കൂട്ടുകാരൻ കാണരുത്, ആരും കാണരുത്. സ്വകാര്യ നിമിഷത്തിൽ ചെയ്യുന്ന തിന്മകൾ എത്രയാണ് സഹോദര. അവിടാണ് ഖുർആൻ പറഞ്ഞത് യസ്തഖ്ഫൂന മിനന്നാസ്. മനുഷ്യരെ, യസ്തഖ്ഫൂന മിനന്നാസ്, മനുഷ്യരുടെ കണ്ണു വെട്ടിക്കാൻ നിങ്ങൾക്ക് കഴിയും. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ കൊണ്ടുവരും. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു പതിയിരുന്ന് നിരീക്ഷിക്കുന്നവനാണ് എന്ന വലിയ പാഠമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നത്. ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുത്ത ഉപദേശത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഉപദേശം, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ യഅതി ബിഹല്ലാഹ്. നോക്കണം, ഖുർആൻ പറഞ്ഞത് ഒരു ഉപ്പ വിളിച്ചിട്ട് മകനെ വിളിച്ചു, പൊന്നുമോനെ, എൻ്റെ പൊന്നുമോനെ, ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ചെറിയ ഒരു കടുകുമണിയുടെ അത്ര തിന്മ ചെയ്താൽ അത് ഒളിച്ചും പാത്തും ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ മൂലയിലാണെങ്കിൽ, ആകാശത്താണെങ്കിൽ, ഭൂമിയിലാണെങ്കിൽ, അന്തരീക്ഷത്തിലാണെങ്കിൽ, എവിടെയാണെങ്കിലും ജീവിതത്തിൽ തിന്മ ചെയ്തു പോയാൽ അത് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ കൊണ്ടുവരും. വാപ്പാൻ്റെ കണ്ണുവെട്ടിക്കാം, ഉമ്മച്ചിയുടെ കണ്ണുവെട്ടിക്കാം, ഉസ്താദിൻ്റെ കണ്ണുവെട്ടിക്കാം, സാറിൻ്റെ കണ്ണുവെട്ടിക്കാം, എല്ലാവരെയും പറ്റിക്കാം, കൂട്ടുകാരനെ പറ്റിക്കാം, എന്നാൽ അള്ളാഹുവിനെ പറ്റിക്കാൻ പറ്റില്ല. അതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് യസ്തഖ്ഫൂന മിനന്നാസ്. ജനങ്ങളുടെ കണ്ണുവെട്ടിച്ച് എത്ര തോന്നിയാസവും എത്ര തിന്മയും ജീവിതത്തിൽ ചെയ്യാം. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിനെ പറ്റിച്ച് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു പതിയിരുന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സൂക്ഷ്മമായി അള്ളാഹു അറിയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തി. എത്ര ഹറാമുകൾ ജീവിതത്തിൽ ചെയ്യുമ്പോഴും എൻ്റെ റബ്ബ് എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹറാമുകൾ ജീവിതത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് അവസാനിപ്പിക്കണം. തൊട്ടടുത്ത നിമിഷം പോലും നമ്മളങ്ങനെ വെക്കരുത്. ഇനിയും സമയമുണ്ടല്ലോ, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാം. സമയമുണ്ട് എന്ന് വിചാരിക്കലാണ്. ഒരുപക്ഷെ നമ്മളുടെ ഭാര്യമാരോട്, ഉമ്മമാരോട്, സഹോദരിമാരോട്, പെങ്ങന്മാരോട് നിങ്ങൾ മാന്യമായ ഇസ്ലാമിക വസ്ത്രധാരണ രീതി സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോഴേ നിങ്ങൾ എന്നെ ഒരു തള്ളയാക്കി കാണുകയാണോ? നമ്മുടെ ഭാര്യ ഒരുപക്ഷെ നമുക്ക് തന്ന മറുപടിയാകും. നമ്മുടെ മക്കളോട് പറയുമ്പോൾ ഭാര്യ ഒരുപക്ഷെ പറയും, ഇപ്പോഴേ മോളെ തള്ളച്ചിയാക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. സഹോദര, ഇനിയും സമയമില്ലേ എന്നൊക്കെ പറയും. എന്നാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, നിങ്ങളുടെ വിചാരണ ഇത് ആസന്നമായിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. വനറാഹു ഖരീബ, നിങ്ങൾ വിചാരണയുടെ ലോകത്തെ അങ്ങപ്പുറം കാണുകയാണ്. എന്നാൽ അള്ളാഹു പറഞ്ഞത് വിചാരണയുടെ ലോകം സമീപസ്ഥമായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പ്രപഞ്ചത്തിൻ്റെ നാഥൻ നമ്മൾ ഓർമ്മപ്പെടുത്തി. വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാതുൻ കറൂസഹുന്ന കഅസ്ഇമത്തുൽ ജന്നത്തിൽ മായില ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദന റീഹഹ. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ചില സ്ത്രീകളുണ്ട്, വസ്ത്രം ഉടുത്തിട്ടുണ്ടോ? ഉണ്ട്, എന്നാൽ അവർ വിവസ്ത്രരാണ്, നഗ്നരാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അങ്ങനെ നഗ്നരായ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ എല്ലാ ഭാഗങ്ങളും പുറത്താണ്. അങ്ങനെ വസ്ത്രം ധരിച്ചു നടക്കുന്ന സ്ത്രീകളെ അറിയണം, ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വലാ യജിദന റീഹഹ, സ്വർഗത്തിൻ്റെ പരിമളം പോലും, അടിച്ചു വീശുന്ന സ്വർഗത്തിൻ്റെ പരിമളം കിലോമീറ്ററുകൾ കണക്കെ അടിച്ചു വീശുന്നുണ്ട് എങ്കിൽ സഹോദര, സഹോദരി അറിയണം, നമ്മളോടൊപ്പം നടക്കുന്ന നമ്മളുടെ ഭാര്യയെ, മക്കളെ, എല്ലാവരെയും ഇസ്ലാമിക വേഷവിധാനം, ഖുർആനും സുന്നത്തും എന്താണോ പഠിപ്പിച്ചത് ആ ഒരു മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ മറ്റുള്ളവരോട് നന്മ പറയാതിരുന്നാൽ, തിന്മ വിരോധിക്കാതിരുന്നാൽ നാട്ടിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകും. ഒരുപക്ഷെ നന്മ പറയുന്ന ആളുകളോ വല്ലാത്ത ദേഷ്യമാണ് അവരോട്. ഒരുപക്ഷെ തിന്മ വിരോധിക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാരാണ് ഭൂരിപക്ഷവും. എന്നാൽ നന്മ പറയുന്നവർ, തിന്മ വിരോധിക്കുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് ഖുർആനാണ് പറഞ്ഞത്. ഫദക്കിർ ഇന്ന ഫഅതി ദിക്റ, നിങ്ങൾ ഉത്ബോധിപ്പിക്കണം. ഒരുപക്ഷെ ആ ഉത്ബോധനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേക്കാം എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു. മൻ റഅ മിൻകും മുൻകറ, ഒരു തിന്മ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടാൽ ഫല്യുഗയ്യിർ ബിയദി, അവനവൻ്റെ കൈകൊണ്ട് തടയട്ടെ. ഇനി ഒരുപക്ഷെ കൈകൊണ്ട് തടഞ്ഞ് അത് വീണ്ടും ആവർത്തിക്കുന്നുവെങ്കിൽ അവനവൻ്റെ നാവ് കൊണ്ട് പറയട്ടെ. ഇനി അതും സാധിച്ചിട്ടില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കട്ടെ എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഒരുപക്ഷെ തിന്മകൾ, എമ്പാടും തിന്മകൾ, അതൊന്നും ഒരു വലിയ കാര്യമായി ആളുകൾ കാണാറില്ല. എല്ലാറ്റിനെയും നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തിന്മകളൊന്നും എത്ര തിന്മ ചെയ്താലും അതൊക്കെ ഇപ്പോൾ ആളുകൾ ഭൂരിപക്ഷവും ഇങ്ങനെ തിന്മകളല്ലേ ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ മാത്രം എന്തിനാണ് മാറി നിൽക്കുന്നത് എന്നതൊക്കെ ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ബസ് സ്റ്റാൻഡുകളിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് എത്രയോ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് സല്ലപിക്കുകയും കയ്യിൽ പിടിക്കുകയും തോളത്ത് കൈയിടുകയും അങ്ങനെയൊക്കെ ഒരുമിച്ചിരുന്ന് ഒരുപക്ഷെ ഒരു ബെഡ്റൂമിൽ നടക്കേണ്ടുന്ന തിന്മകൾ പോലും, ഒരു ബെഡ്റൂമിൽ നടക്കേണ്ടുന്നത് പരസ്പരം പുറത്തിരുന്ന് തിന്മകൾ ചെയ്യുന്ന മക്കൾ ഇന്ന് എമ്പാടും ഇതൊക്കെ ചെയ്യുന്നത് ഒരു കുറ്റമല്ലാതായി എല്ലാറ്റിനെയും നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ബൈക്കിൽ അങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരാണും പെണ്ണും അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്താൽ എന്താപ്പം തെറ്റ് എന്ന് ചോദിക്കുന്ന മക്കളാണ് വളർന്നു വരുന്നത്. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മാത്രം എന്തേ ഇങ്ങനെ ചെയ്യാതിരുന്നാൽ അതൊരു കുറവല്ലേ എന്നൊക്കെ സ്വയം ഇങ്ങനെ തീരുമാനിക്കുന്ന മക്കളെ നമുക്ക് കാണാൻ കഴിയും. അവിടാണ് നമ്മൾ ഏറ്റവും വലിയ പാഠം. നമ്മളില്ലെങ്കിലും നമ്മൾ ഒരുപക്ഷെ നമ്മളുടെ മക്കളെ അതിവിദൂരത്തേക്ക് പഠിപ്പിക്കാൻ വിട്ടാൽ പോലും നമ്മളുടെ മക്കൾ ഏറ്റവും നല്ല മക്കളായി നമ്മളുടെ കൈകളിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവരെ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. റബ്ബിനോടാകണം ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം. ഏതു സമയത്തും ഏതിരുട്ടിലും ആരും കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് മോളെ, അള്ളാഹു കാണുന്നുണ്ട് മോളെ, മോനെ എന്ന ഒരു വലിയ ഖുർആനിൻ്റെ പാഠം പകർന്നു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. ആർക്കാ സഹോദരങ്ങളെ ഈ ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുക? നമ്മൾ പലപ്പോഴും നല്ല ഭക്ഷണം, മക്കൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കും. അവരെ ഒരു പ്രയാസവും അവരുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ തയ്യാറല്ല. അവരുടെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും സങ്കടപ്പെടുന്നവരാണെങ്കിൽ പോലും സഹോദരങ്ങളെ നമുക്ക് പറയാൻ കഴിയണം, മക്കളോട് ഇതൊക്കെ ചെയ്യുന്നത് തിന്മയാണ്. ആരെന്തൊക്കെ ചെയ്താലും നമുക്ക് അള്ളാഹുവിൻ്റെ കോപം ലഭിക്കുന്നതൊന്നും ജീവിതത്തിൽ വരാൻ പാടില്ല. പലപ്പോഴും ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആൺവേഷം കെട്ടുന്ന പെൺകുട്ടികൾ, പെൺവേഷം കെട്ടുന്ന ആണുങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയൊക്കെ ആൺവേഷം കെട്ടുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വസ്ത്രധാരണ രീതി അങ്ങനെയാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ പെൺകുട്ടികളും ഇന്നിപ്പോൾ ആൺവേഷം ധരിച്ചുകൊണ്ടാണ് നടക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം പെൺകുട്ടികളെ ശപിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ശാപം പേറി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റരുത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ കസബ്, മുടി ഒരുപക്ഷെ ഒരു ഭാഗത്ത് കുറച്ച് കൂടുതൽ മുടിയടിക്കുകയും മറ്റു ഭാഗത്ത് കൂടുതൽ മുടി വെക്കുകയും ചെയ്യുക. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ നഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിരോധിച്ചതൊന്ന് ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. നമ്മളുടെ മക്കൾക്ക് അള്ളാഹുവിൻ്റെ ശാപം പേറി തൊട്ടടുത്ത നിമിഷം നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് വേർപെട്ടുപോയാൽ അറിയണം, അള്ളാഹുവിൻ്റെ ശാപം പേറി മരിക്കുന്ന മക്കളാക്കി വളർത്തി അള്ളാഹുവിലേക്ക് തിരിച്ചുവിട്ടാൽ അതിൻ്റെ സമാധാനം പറയേണ്ടത് മാതാപിതാക്കളാണ്. അതുപോലെ പ്രണയം ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും കണ്ട പെൺകുട്ടികൾ യഥേഷ്ടം ഒരു സ്നേഹപ്രകടനം,
വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം ഒരുപക്ഷേ പുറത്തു നിന്ന് കിട്ടും എന്ന നിലക്ക് അങ്ങനെയൊക്കെ പെൺകുട്ടികളെ സ്നേഹിച്ച് പെൺകുട്ടികൾ തിരിച്ചും സ്നേഹിച്ച് ഒക്കെ പോവുകയാണ്. സമയം കൊന്നളയാണ്. അവരുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന ഒരു ഏറ്റവും നല്ല സമയമുണ്ട്. പലപ്പോഴും അതൊന്നും നമ്മുടെ മക്കൾ തിരിച്ചറിയാറില്ല. ആ സമയം നഷ്ടപ്പെടുകയാണ്. എത്രയോ ആളുകളെ സ്നേഹിക്കേണ്ടുന്ന സ്നേഹം ഒരാളിലേക്ക് ചുരുങ്ങി. എത്ര സമയമാണ് നമ്മളുടെ കണ്ണും കാതും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലുൻ ഉലൈക കാന അൻഹു മസ്ഊല. കണ്ണും കാതും ഹൃദയവും എല്ലാം ചോദ്യം ചെയ്യപ്പെടും എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിന്മയാണ്, ഹറാമാണ്. ഒരു തിന്മയും നമ്മുടെ ശരീരം കൊണ്ട് കണ്ണുകൊണ്ട് ചെയ്യാൻ പാടില്ല സഹോദരങ്ങളെ. അതിനാണ് ഏറ്റവും നല്ലൊരു സംവിധാനം എന്ന നിലക്ക് നമ്മൾ സ്റ്റുഡൻസ് കോൺഫറൻസ്, നമ്മളുടെ മക്കൾ, പ്രത്യേകിച്ച് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്റ്റുഡൻസ് വിഭാഗം 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞ് കോളേജ് തലത്തിൽ പഠിക്കുന്ന മക്കളാണ് ഒരു വലിയ സമ്മേളനം 11-ാം തീയതി ഞായറാഴ്ച അൽഹംദുലില്ലാ നടത്തപ്പെടുന്നത്. പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ ഒരു സംഗമം അൽഹംദുലില്ലാ ഇവിടുന്ന് ഏതാണ്ട് 100 കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 ബസ്സുകളിലായി ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച രാത്രി ഇവിടുന്ന് നമ്മുടെ മക്കൾ യാത്ര ചെയ്യാണ്. അത്തരം സംവിധാനത്തിലൂടെ, അത്തരം ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ മക്കളെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിയണം. അതല്ലെങ്കിൽ പുറത്തുനിന്ന് കേൾക്കുന്നത് ഒരു സിപ്പ്, ഒരു പഫ്, ഒന്ന് ആസ്വദിക്കൂ സഹോദര എന്ന് പറയുന്ന വാക്കുകളല്ല ഈ വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസിൻ്റെ മക്കൾ പറയുന്നത്. പള്ളിയിലേക്ക് വരണം, നിങ്ങൾ CRE, നിങ്ങൾ നിരന്തരം അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന മക്കളാകണം. സഹോദര, പള്ളിയിലേക്ക് പോകാൻ സമയമായി, നന്മ ചെയ്യണം, മാതാപിതാക്കളെ അനുസരിക്കണം. ഏറ്റവും നല്ല പാഠങ്ങൾ പകർന്നു തരുന്ന മക്കൾ ഈ ദുനിയാവിലുണ്ട്. അവരോടൊപ്പം കൂട്ടുകൂടാൻ, ചങ്ങാത്തം കൂടാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഈ 100 കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് പെരിന്തൽമണ്ണയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ഭാരിച്ച ചിലവാണ്. ബസ്സിൻ്റെ ചിലവുണ്ട്, അവരുടെ ഭക്ഷണത്തിൻ്റെ ചിലവുണ്ട്. നിങ്ങളാൽ കഴിയുന്ന നിലക്ക് ഏറ്റവും നല്ല ഒരു കനപ്പെട്ട തുക അൽഹംദുലില്ലാ ഏറ്റവും നല്ലൊരു സംവിധാനത്തിന് വരുന്ന തലമുറയെ ഏറ്റവും നല്ല ധാർമ്മിക ബോധമുള്ള മക്കളാക്കി വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്ന ഒരു വലിയ സംരംഭമാണ്. അതിലേക്ക് കൊടുക്കുന്ന ഓരോ തുട്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലം ലഭിക്കുമെന്നത് ഉറപ്പാണ് സഹോദരങ്ങളെ. ഇങ്ങനെ ബാക്കിയാക്കി അള്ളാഹുവിലേക്ക് യാത്രയാകാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ മക്കൾ ഇന്ന് SLC പരീക്ഷയുടെ റിസൾട്ട് വരികയാണ്. SLC പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ട്. 3 മണിയോടുകൂടി അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അവർക്ക് ആശ്വാസത്തിന് വക നൽകുന്ന, ഉന്നത വിജയം ലഭിക്കുന്ന ഒരു റിസൾട്ട് അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ചെറുതും വലുതുമായി ചെയ്തു പോയ സകലമായ തിന്മകളും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. കലിമത്തു ഷഹാദ ഉച്ചരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുവാനുള്ള തൗഫീഖ് നാദ നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അല്ലാഹുമ്മ മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.